إن الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون ഉസീക്കും ഇയ്യായ അവലം ബി തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് അതിവിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ചില സിഫത്തുകളാണ്, ഗുണങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനെ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ആരാണ് അള്ളാഹുവിൻ്റെ റസൂലെ കൂടുതലായും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. വഹുസ്നുൽ ഖുലുഖ്, അതേപോലെ സൽസ്വഭാവമുള്ള ആളുകളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഖുതുബയിലൊക്കെ പറയുന്നത് പോലെ ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രസംഗം തുടങ്ങാറുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് കൊണ്ട് പരലോകത്ത് നമുക്ക് കിട്ടുന്ന നേട്ടത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ഗുണം, പരീക്ഷണങ്ങളിൽ നാം ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ഭയം കൊണ്ടും പേടി കൊണ്ടും ജീവനഷ്ടം കൊണ്ടും വിശപ്പ് കൊണ്ടും പട്ടിണി കൊണ്ടും
പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ടുമൊക്കെ അള്ളാഹു നിങ്ങളെ നിരന്തരമായി പരീക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ആരാണോ ക്ഷമിക്കുന്നത്, അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നത്, അവരാകുന്നു വിജയിച്ചവർ, സന്തോഷവാന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വന്നതുപോലെ നിങ്ങൾക്കും വരാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ സഹിക്കുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും. അതുകൊണ്ട് ദാരിദ്ര്യമാകട്ടെ, രോഗമാകട്ടെ, കഷ്ടപ്പാടുകളാകട്ടെ, ശത്രുക്കളാലുള്ള ബുദ്ധിമുട്ടാകട്ടെ, എന്തുമാകട്ടെ, അതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി സത്യവിശ്വാസിയുടെ ജീവിതം രണ്ട് ലോകത്തും രക്ഷപ്പെട്ടതായി മാറും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. സത്യവിശ്വാസിക്കല്ലാതെ ആ കാര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ കാര്യം? അവന് സന്തോഷമുണ്ടായാൽ അവന് ശുക്ർ ചെയ്യും, അതവന് നന്മയാണ്. അവന് പ്രയാസമുണ്ടായാൽ സ്വബർ, അവൻ ക്ഷമിക്കും, അതും അവന് നന്മയാണ്. ഇപ്പോൾ സത്യവിശ്വാസിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നന്മയായി മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ നിലപാട് സ്വീകരിച്ചാൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഗുണം നമ്മൾ പറഞ്ഞിരുന്നു, ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യമാർക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് കുടുംബജീവിതത്തിൽ നിന്നൊക്കെ ഒളിച്ചോടുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള ചില സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ ഫലമായി കല്യാണം തന്നെ വേണ്ടതില്ല, മക്കളും ഭർത്താവും ഒന്നും ആവശ്യമില്ല എന്ന രൂപത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ വളർന്നു വരികയാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാര്യയ്ക്ക് ലഭിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹം പഠിപ്പിച്ചിട്ടുള്ളത്. അവൾ 5 നേരം നമസ്കരിക്കുന്നവളും റമളാനിൽ നോമ്പെടുക്കുന്നവളും ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളും അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയും ഒക്കെ ചെയ്താൽ സ്വർഗത്തിലെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. നാലാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത് ഒരു മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കുമെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോട് പ്രത്യേകിച്ചും സ്നേഹവും ബഹുമാനവും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾക്ക്. മക്കളോടും അങ്ങനെ തന്നെയാണ് മാതാപിതാക്കൾക്ക്. വലിയവരോട് ആദരവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു പുതിയ തലമുറ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉണ്ടായി വരുന്നില്ല എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം അങ്ങേയറ്റം പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുന്നുണ്ട്, റഗിമ അൻഫുഹു റഗിമ അൻഫുഹു റഗിമ അൻഫുഹു. മൂക്ക് മണ്ണിൽ കുത്തട്ടെ എന്നാണ് അറബിയിൽ ആ വാക്കിൻ്റെ അർത്ഥം. അറബികൾ ഒരാൾ നശിക്കട്ടെ എന്ന് പറയാൻ വേണ്ടി പ്രയോഗിക്കുന്ന അറബിയിലുള്ളൊരു പ്രയോഗമാണത്. നീ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നതിനവർ റഗിമ അൻഫുഹു എന്നാണ് പറയാറ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയാണ്, ഖീല മൻ യാ റസൂലല്ലാഹ്, ആരാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഈ നശിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അത് പറഞ്ഞത് മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ, പ്രായപൂർത്തിയായ അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രായാധിക്യത്തിലെത്തിയ മാതാപിതാക്കളെ ഒരു മക്കൾക്ക് കിട്ടി. അഹദുഹുമ ഔ കിലൈഹിമ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉമ്മ ഉണ്ടാകുള്ളൂ, ചിലപ്പോൾ ഉപ്പ ഉണ്ടാകുള്ളൂ, ചിലപ്പോൾ രണ്ടാളും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ആണല്ലോ നമുക്ക്. സുമ്മ ലം യദ്ഖുലിൽ ജന്ന, എന്നിട്ടും അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല എങ്കിൽ അവൻ നശിക്കട്ടെ. അപ്പോൾ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അള്ളാഹു നൽകുന്ന ഭാഗ്യമാണ് പ്രായമായ ഉമ്മയോ ഉപ്പയോ
ജീവിച്ചിരിക്കുക. രണ്ടാളും ഉണ്ടെങ്കിൽ രണ്ടാളും, ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പോകാൻ അത് തന്നെ മതി. എല്ലാവർക്കും ഉണ്ടാവുകയില്ല. പല ആളുകളുടെയും മാതാപിതാക്കൾ ചെറുപ്പത്തിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പം അവർക്കൊന്നും കൊടുക്കാത്തൊരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു പുണ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും മാതാപിതാക്കളെ തട്ടിക്കളിക്കുന്ന മക്കളെ നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ സ്വർഗം വേണ്ട എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉമ്മാനെയും ഉപ്പാനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വർഗം നമുക്ക് അത് മുഖേന വാങ്ങാം. മഹാനായ മുആവിയത്ത് ബിനുൽ ജാഹിമിയ സുലമി എന്ന് പറയുന്നൊരു സഹാബിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് ആളുകൾ അങ്ങനെ അണിനിരത്താണ്. അദ്ദേഹത്തിന് പ്രായമായ ഒരു ഉമ്മയുണ്ട്. അദ്ദേഹത്തിന് അറിയാം, ഞാൻ യുദ്ധത്തിന് അനുവാദം ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകാൻ സാധ്യതയില്ല. കാരണം ഉമ്മ ഉണ്ട് വീട്ടിൽ, പ്രായമായ ഉമ്മയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നി കുൻതു അറത്തുൽ ജിഹാദ മഅക, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പരലോകവും ഞാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അഹയ്യത്തു ഉമ്മുക്, നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ലേ? ഖുൽതു നഅം, ഞാൻ പറഞ്ഞു നഅം, അതെ, എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. വൈഹക്, എങ്കിൽ നീ യുദ്ധത്തിന് വരുന്നത് നിനക്ക് നാശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങളൊരു ഇസ്ലാമിക യുദ്ധത്തിന് വരുന്നത് അള്ളാഹുവിൻ്റെ റസൂല് തടയാണ്. എന്തിന്? എന്താ കാരണം? വീട്ടിലൊരു പ്രായമായ ഉമ്മണ്ട്, നീ ഇപ്പം യുദ്ധത്തിന് വരുന്നത് നിനക്ക് നാശമാണ്, നീ നിൻ്റെ ഉമ്മാനെ പോയി നോക്ക്. ആ സ്വഹാബി പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വേറൊരു വശത്തിലൂടെ വന്ന് ചോദിച്ചു ഇതേ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, നിന്റെ വീട്ടിൽ ഉമ്മയില്ലേ? ജീവിച്ചിരിക്കുന്ന ഉമ്മയില്ലേ? നീ ഉമ്മയെ പോയി നോക്കുക. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ വന്ന് ചോദിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ വന്ന് സുമ്മ അതൈതുഹു മിൻ അമാമിഹി ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി കുൻതു അറത്തുൽ ജിഹാദ മഅക അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ. നാലാമത്തെ തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ നിന്റെ ഉമ്മയുടെ അടുക്കലേക്ക് പോവുക, ഇൽസിം റിജ്ലഹ ഫസമ്മൽ ജന്ന, നീ നിന്റെ ഉമ്മയുടെ കാൽപാദത്തെ പിന്തുടരുക, അവിടെ നിനക്ക് സ്വർഗം കണ്ടെത്താൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട്. അത് ദുർബലമായ റിപ്പോർട്ടാണെന്നാണ് ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ഇത് സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? നീ നിന്റെ ഉമ്മയുടെ കാൽപാദങ്ങളെ മുറുകെ പിടിക്കുക, അവിടെ നിന്ന് നിനക്ക് സ്വർഗം കണ്ടെത്താൻ കഴിയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഉമ്മാനെ പോയി നോക്കണം. നീ യുദ്ധത്തിന് വരുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടാൻ അത് കാരണമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ യുദ്ധത്തിൽ നിന്ന് തിരിച്ചയക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് അളവ് കൊടുക്കാറില്ല. അപ്പം അത്രയും പ്രാധാന്യമുണ്ട്. ഇത് നമ്മുടെ മക്കൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ പെൺകുട്ടികളെയും ഒക്കെ പ്രത്യേകിച്ചും വീടുകളിൽ കൂടുതൽ സമയമുള്ളവർ എന്ന നിലക്ക് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കണം. ഈ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവിന് അങ്ങേയറ്റം മനുഷ്യർ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെയൊക്കെ നമ്മളിത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, അത് നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയുമാണ്. നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും നിങ്ങളുടെ കൂടെ ഉമ്മയും ഉപ്പയുമാണ്. അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല, അവരോട് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അവരാവശ്യങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞാൽ പരിഗണിക്കേണ്ടത് പരിഗണിക്കാനും താഴ്മയോടുകൂടി മറുപടി കൊടുക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അവരെ ജീവിതകാലം മുഴുവൻ നിന്റെ ചുമലിലേറ്റി നടന്നാലും നിനക്കവരോടുള്ള ബാധ്യത തീരുകയില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടതാണ്. പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഈ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ ബോധ്യപ്പെടുത്തണം. സ്വർഗം കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്
പ്രായപൂർത്തിയായ അല്ലെങ്കിൽ പ്രായം ചെന്ന വൃദ്ധരായ വയസ്സായ ശാരീരികമായ അവശതകളും രോഗങ്ങളുമൊക്കെയുള്ള ഉമ്മയെയും ഉപ്പയെയും നോക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് അത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഗുണമായി മാതാപിതാക്കളെ നോക്കുന്നവരുടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയതായി നമുക്ക് കാണാൻ കഴിയും. അഞ്ചാമതായി പണ്ഡിതന്മാർ പറയുന്നത് ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ബിഹാ ദഖലൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ആ സമയത്ത് അവൻ്റെ അന്ത്യം കുറിക്കപ്പെടുകയുമാണെങ്കിൽ അവൻ അല്ലാഹു സ്വർഗം നിർബന്ധമാക്കുന്നതാണ്. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അത് നിഷ്കളങ്കമായിട്ട് പറയണം. അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. അത് പറഞ്ഞിട്ട് ബദരീങ്ങളെ മമ്പർത്ത് തങ്ങളെ എന്നൊക്കെ വിളിച്ച് ഒരാളാണെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇഖ്ലാസോടുകൂടി പറയണം. എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിക്കൊണ്ട് പറയണം. അന്ത്യദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടുന്നവരുടെ ഗുണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർ അവർ എൻ്റെ ശുപാർശ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ ദഖലൽ ജന്ന. അതുകൊണ്ടാണ് രോഗമായി കിടക്കുന്ന, മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യന് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വമൻ സോമ യൗമൻ. ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുക്കുകയാണ് ഇബ്തിഗാഅ വജ്ഹില്ല, അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. അങ്ങനെ അവൻ നോമ്പുകാരനായിട്ട് മരിക്കുകയാണെങ്കിൽ, അന്ത്യം കുറിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമളാനിൽ മാത്രമല്ല, ശവ്വാലിലെ നോമ്പ് ഇനി നോൽക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ നോൽക്കണം. നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് നോമ്പുകൾ നാം പതിവാക്കണം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരു സ്വഭാവം നമ്മൾ പകർത്തണം. അറബി മാസത്തിൻ്റെ 13, 14, 15 ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു നോമ്പെടുക്കുന്ന ദിവസത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വമൻ തസദ്ദഖ ബിസദഖത്തിൻ. ഒരാൾ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കെ ഇബ്തിഗാഅ വജ്ഹില്ല, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്. അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഇഖ്ലാസ് ഇല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയും ഒക്കെ പൊങ്ങച്ചത്തിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ തന്നെ പഠിപ്പിച്ചത്. അങ്ങനെ സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കാരെങ്കിലും മരണപ്പെട്ടാൽ ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന, അവൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എത്ര നിസ്സാരമായ കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ നമ്മൾ ചെയ്താൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതേപോലെ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക, മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുക, അവരെ നന്നായി നോക്കുക, അവരെ പരിചരിക്കുക, അതേപോലെ തന്നെ നിരന്തരമായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യാം. അതൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാനദണ്ഡമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസീകും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്.
നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ് അവധിയുള്ള കുട്ടികൾക്ക് അവധിയുള്ള ഈ വെക്കേഷൻ കാലഘട്ടമെന്ന് പറയുന്നു. 3 വയസ്സായത് മുതൽ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വീടുകളിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഭൂരിഭാഗം സമയവും 3 വയസ്സ് മുതൽ നമ്മുടെ കുട്ടികൾ ഉള്ളത് അധ്യാപകരുടെ അടുക്കലും അവരുടെ സഹപാഠികളുടെ അടുക്കലുമാണ്. ഒരു വർഷത്തിൽ ഏറ്റവും അധികം സമയം നമ്മുടെ കൂടെ ചിലവഴിക്കുന്നത് ഈ 2 മാസമാണ്. ഈ 2 മാസമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സമയം ചിലവഴിച്ചില്ല എങ്കിൽ ഈ കുട്ടികൾ 2 ലോകത്തും നമുക്ക് നഷ്ടമായി ഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വളരെ വേഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളുമൊക്കെ അങ്ങേയറ്റം വെപ്രാളത്തിലും ബേജാറിലും പ്രയാസത്തിലുമുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതിൻ്റെ കാരണം നമ്മുടെ മക്കളുടെ കാര്യമോർത്തിട്ടാണ്. വിശുദ്ധ ഖുർആൻ 3 സ്ഥലത്ത് മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. പണവും മക്കളും നിങ്ങൾക്ക് ദുനിയാവിലുള്ള അലങ്കാരം മാത്രമാകുന്നു. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. മറ്റൊരു സ്ഥലത്ത് പറയുന്നത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്, നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവല്ലക്കും. നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഇന്ന് നോക്കൂ, ഇന്ന് നമ്മൾ വായിച്ചൊരു വാർത്തയാണ്. ഒരു ഉമ്മ, ആ ഉമ്മയും മകനും ഒരു പോലീസുകാരനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്ന വാർത്ത. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവല്ലക്കും. നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുവുണ്ട്. ഈ സമൂഹത്തിന് ശത്രുവുണ്ട്, നമ്മുടെ കുടുംബത്തിന് ശത്രുവുണ്ട്, ഈ രാജ്യത്തിന് ശത്രുവുണ്ട്. കൃത്യമായി നാം നിർവഹിക്കേണ്ട ബാധ്യത ഇല്ലെങ്കിൽ ഈ മക്കൾ നമുക്ക് അനുഗ്രഹമായി ഭവിക്കണം. എങ്ങനത്തെ മക്കളാണ് നമുക്കുണ്ടാകേണ്ടത്? ഇന്ന റജുല ലതുർഫഉ ദറജതഹു ഫിൽ ജന്ന. മരണപ്പെട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിൽ അങ്ങനെ ദറജകൾ ഉയർത്തി കൊടുക്കുകയാണ്. ഫയഖൂലു അന്നാ ഹാദാ. ആ മനുഷ്യൻ അത്ഭുതത്തോടു കൂടി ചോദിക്കും, ഇതിനു മാത്രം എന്താണ് ഞാൻ ചെയ്തത് അല്ലാഹുവേ? ഫയഖാലു, അവനോട് പറയും, ബിഇസ്തിഗ്ഫാരി വലദിക ലക്. നിനക്ക് വേണ്ടി നിന്റെ മക്കൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് മാതാപിതാക്കളുടെ പദവി അള്ളാഹു സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കുമെന്ന്. അവർ എത്രയാണോ പാരായണം ചെയ്യുന്നത് അതിനനുസരിച്ച് മാതാപിതാക്കളുടെ പദവി അള്ളാഹു സ്വർഗത്തിൽ ഉയർത്തി കൊടുക്കുമെന്നാണ്. അങ്ങനെയുള്ള മക്കളാകണം സുഹൃത്തുക്കളെ നമുക്കുണ്ടാകേണ്ടത്. ഫിത്തനകളാകുന്ന, പരീക്ഷണങ്ങളാകുന്ന, പ്രയാസങ്ങളാകുന്ന, ദുനിയാവിലെ അലങ്കാരം മാത്രമാകുന്ന, ശത്രുവാകുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. അതിന് മഹാന്മാരായ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും നമുക്ക് നൽകിയ ധാരാളം ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് നൽകി അവരെ കൂടെ കൂട്ടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ലുക്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഇദ് ഖാല ലുക്മാനു ലിബ്നിഹി വഹുവ യഅദു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. അദ്ദേഹം മകനെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ പറയുന്ന വാക്കാണത്, മോനെ നീ ശിർക്ക് ചെയ്യരുത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഒരു സ്രഷ്ടാവ് നിനക്കുണ്ട്. അവന്റെ മുമ്പിലാണ് നീ കൈകൾ ഉയർത്തേണ്ടത്, അധരങ്ങൾ ചലിപ്പിക്കേണ്ടത് എന്ന അചഞ്ചലമായ വിശ്വാസം നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയൊരു വഴിയുമില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മയെയും എൻ്റെ കുഞ്ഞനിയനെയും എൻ്റെ ബന്ധുക്കാരെയും ഒക്കെ കൊന്നുകൊണ്ട് ഈ ജീവിതം നശിപ്പിക്കാമെന്ന് ചിന്തിപ്പിക്കുമാറുള്ള ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉടലെടുത്തേക്കാം സുഹൃത്തുക്കളെ. മറിച്ച് അചഞ്ചലമായ വിശ്വാസം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ സന്ദേശമുണ്ട്. യാ ഗുലാം, എൻ്റെ പൊന്നു മോനെ എന്ന് വിളിച്ചുകൊണ്ട്, ചെറിയ കുട്ടിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിച്ച വാചകമുണ്ട്. എന്താണത്? നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം.
പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ നീ അവലംബിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. നിനക്കൊരു ദുരിതമുണ്ടാക്കാൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും പരിശ്രമിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഒന്നും ബാധിപ്പിക്കാൻ അവർക്ക് കഴിയുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ച ഒരു ദുരിതം, ഒരു വിഷമം എടുത്തു നീക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയുകയുമില്ല മോനെ എന്ന അചഞ്ചലമായ വിശ്വാസം മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മതം കൃത്യമായി പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അദ്ദബൂഹും, അവരെ നിങ്ങൾ സംസ്കാരം പഠിപ്പിക്കണം, വഅല്ലിമൂഹും, അവരെ നിങ്ങൾ ദീൻ പഠിപ്പിക്കണം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ കുടുംബത്തോട് ഉപദേശിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും നമുക്ക് കഴിയാറുണ്ടോ സുഹൃത്തുക്കളെ? എന്തുകൊണ്ട് കഴിയുന്നില്ല? അതിൻ്റെ ഉത്തരം നമ്മൾ മാതൃകയാകുന്നില്ല എന്നുള്ളതാണ്. മാതൃകയാകാത്തൊരു മാതാവിന്, ഒരു പിതാവിന് എങ്ങനെ മക്കളെ ഉപദേശിക്കാൻ അർഹതയുണ്ടാകും? മഹാനായ അബ്ദുല്ലാഹ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ കുട്ടികളെ ഉപദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം യഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, ഔലാദകും സിദ്ഖു ബിൽ ഖൗലി വൽ ഫിഅൽ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സത്യസന്ധതയുള്ളവരാകണം മാതാപിതാക്കൾ. വഇദാ ഹദ്ദത്തുമൂഹും ഫലാ തുകദ്ദിബു അലൈഹിം, സംസാരിച്ചാൽ മക്കളോട് കളവ് പറയുന്നവരാകരുത് മാതാപിതാക്കൾ. നിസ്സാരമായ കാര്യത്തിന് കളവ് പറയുന്ന മാതാപിതാക്കളുടെ മക്കൾ പിന്നെ എങ്ങനെ നന്നായി വരാനാണ് സുഹൃത്തുക്കളെ? വഇദാ വഅദ്തുമൂഹും ഫലാ തുഖ്ലിഫു വഅദകും, നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും നിങ്ങൾ പാലിച്ചിരിക്കണം. അടുത്ത വെക്കേഷൻ കാലഘട്ടത്തിൽ എൻ്റെ മോന് ഞാനൊരു സൈക്കിൾ വാങ്ങിത്തരാം ഏതെങ്കിലും ഉപ്പയും ഉമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുക, അത് നിങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണ്. പറയുന്ന വാക്ക് പാലിക്കാത്ത മാതാവും പിതാവും, സംസാരത്തിൽ കളവ് പറയുന്ന മാതാവും പിതാവും വളർത്തി വലുതാക്കുന്ന മക്കൾ, ആ സ്വഭാവമല്ലാതെ മറ്റെന്താണ് സമൂഹത്തിൽ പ്രകടിപ്പിക്കുക സുഹൃത്തുക്കളെ? അതുകൊണ്ട് മാതൃകയായി മക്കൾക്ക് മാതൃകയായി മാറാൻ നമുക്ക് കഴിയണം. മഹാനായ സുഫിയാനു സൗരി റഹ്മഹുല്ല പറയുന്നുണ്ട്, നിങ്ങൾ മക്കളെ നന്നാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലിയകുൻ അവ്വലു ഇസ്ലാഹക ലിവലദിക വലിനഫ്സിക്, നിങ്ങളുടെ മക്കളെ ഇസ്ലാഹിലേക്ക് നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം നിങ്ങൾ നന്നാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെയാണ്. ഫഇന്ന ഉയൂനഹും മഅഖൂദതും ബിക്, കാരണം അവരുടെ കണ്ണുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളിലാണ്, നിങ്ങളെയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫൽ ഹുസ്നു ഇൻദഹും മാ സനഅത, നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അവരുടെ അടുക്കൽ നന്മ. വൽ ഖബീഹു ഇൻദഹും മാ തറക്ത, നീ എന്താണോ ഒഴിവാക്കുന്നത് ജീവിതത്തിൽ, ആ കാര്യങ്ങൾ മോശമായ കാര്യങ്ങളാണ് എന്നാണ് നിന്റെ മകൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മാതൃകയായി നമ്മൾ മാറണം. രഹസ്യത്തിലും പരസ്യത്തിലും സംശുദ്ധമായ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ തീർച്ചയായും നന്നായി വരും സുഹൃത്തുക്കൾ. അതാണ് ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനെ പഠിപ്പിക്കുന്നത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. എന്തു മനോഹരമായ വാചകമാണത്! എൻ്റെ പൊന്നുമോനെ, ഒരു കടുകുമണിയുടെ അത്ര അതാണ് നീ ചെയ്യുന്നതെങ്കിലും അത് എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും, ആകാശങ്ങളിലോ പാറകളിലോ എവിടെ നീ ഒളിപ്പിച്ചാലും യഅതി ബിഹല്ലാഹ്, അത് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന ബോധം നമ്മുടെ മക്കൾക്ക് നാം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ, പഠനത്തിൻ്റെ പേര് പറഞ്ഞ് മൈസൂരും ബാംഗ്ലൂരും ഒക്കെ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ അവൻ ജീവിക്കുമ്പോൾ, അവൻ്റെ കൂട്ടുകാരും അവൻ്റെ സഹപാഠികളും ലഹരി വസ്തുക്കളും മറ്റു മോശപ്പെട്ട വസ്തുക്കളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ, എൻ്റെ ഉപ്പയും ഉമ്മയും നാട്ടുകാരും കുടുംബക്കാരും അറിയില്ലെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബുണ്ട് എന്ന ബോധം നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ സുരക്ഷിതത്വം അവന് നൽകാൻ പിന്നെ എന്തുണ്ട് സുഹൃത്തുക്കളെ?
അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകണം. മഹാനായ ലുക്മാനുൽ ഹക്കീം തൻ്റെ മകന് പഠിപ്പിച്ചതാണത്. അത് ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തും. അവിഹിത ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തും. അനാവശ്യമായ രൂപത്തിലുള്ള സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി നൃത്തങ്ങൾ ചെയ്യുന്ന ആഭാസങ്ങൾ നിറഞ്ഞ നൈറ്റ് ക്ലബ്ബുകളിൽ പോയി ജീവിതത്തെ ആസ്വദിക്കുന്ന പുതിയ തലമുറക്ക് ദിശാബോധം നൽകുമെന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹുവിൻ്റെ ദീന് കൊണ്ടല്ലാതെ, ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീന് കൊണ്ടല്ലാതെ ഒരു പരിഹാരമില്ല സുഹൃത്തുക്കളെ. ജാഹിലിയ കാലഘട്ടത്തെ അള്ളാഹു പരിവർത്തിപ്പിച്ചെടുത്തത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്ത് കൊണ്ടുമാണ്. അതിനേക്കാൾ വലിയൊരു മരുന്ന് ലോകത്ത് ഇന്നേ വരെ അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നാം ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന വലിയ അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ. അതോടൊപ്പം അവർക്ക് അനുവദിക്കപ്പെട്ട വിനോദങ്ങളിൽ നാം അവർക്ക് പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്. ഹലാലായ വിനോദങ്ങളിൽ പ്രത്യേകിച്ചും ഈ ഒഴിവ് സമയങ്ങളിൽ അവർക്ക് നാം പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നോക്കൂ, നിങ്ങൾ അല്ലിമു ഔലാദക്കും സിബാഹ, നിങ്ങൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കണം. അതേപോലെ തന്നെ വറുമായ വറുകൂബിൽ ഖൈൽ, കുതിര സവാരിയും അതേപോലെ തന്നെ അന്ന് കുന്തം ഉപയോഗിച്ചിട്ടുള്ള ഏറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ ഈ കാലഘട്ടത്തിന് യോജിച്ച ഡ്രൈവിംഗ് ആണെങ്കിൽ അങ്ങനെ മറ്റു നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ അവരെ നമ്മൾ വ്യാപൃതരാക്കണം. അവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണം. അതൊക്കെ നമ്മൾ അവരെ പഠിപ്പിക്കുകയും പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അനാവശ്യമായ മൊബൈൽ ഉപയോഗങ്ങളും ഇൻ്റർനെറ്റ് ഉപയോഗങ്ങളും ഒക്കെ പരമാവധി കുറക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാനുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിച്ചാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അത്യാവശ്യത്തിന് ഇൻ്റർനെറ്റും മൊബൈലും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ കാര്യമാണ്. പക്ഷെ അത് കൃത്യമായി ഒരു മോണിറ്ററിങ്ങോട് കൂടി ഇത് തെറ്റാണ്, ഇന്നതാണ് ശരി, ഈ തെറ്റായ കാര്യങ്ങൾ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അപകടമുണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അതൊക്കെ അവന് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ കണിശത നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കൾ പലപ്പോഴും അവരോടുള്ള സ്നേഹം കാരണം പലപ്പോഴും അവരെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരാറില്ല. സുബഹിക്ക് നമ്മൾ ഒറ്റയ്ക്ക് പ്രയാസപ്പെട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കുമ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കുന്നത്? അവനല്പം ഉറങ്ങിക്കൊള്ളട്ടെ, അവനല്പം റെസ്റ്റ് ചെയ്തു കൊള്ളട്ടെ എന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുകയാണ്, നീ അവനെ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ കൂടെ അവനെ പള്ളിയിലേക്ക് കൊണ്ടുവരണം. വ അലൽ ഖൈർ, അതിലാണ് നിനക്ക് ഖൈറുള്ളത്. ഹാദിഹി തർബിയത്തി സ്വഹീഹ, നിന്റെ മക്കളെ നന്നാക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി നീ ചെയ്യേണ്ട തർബിയത്ത്, നീ നിന്റെ കൂടെ നിന്റെ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വലായത്റുഖുഹു ഫീ ഫിറാശിഹി, അവനെ നീ വിരിപ്പിൽ ഉപേക്ഷിക്കരുത്. ഹാദിഹി തർബിയത്തുൻ സയ്യിഅ, നീ അവൻ അല്പം ഉറങ്ങിക്കൊള്ളട്ടെ, നേരം വൈകിയാണ് അവൻ ഉറങ്ങിയത് എന്നതിൽ നിന്റെ വിചാരമുണ്ടല്ലോ, അത് നിന്റെ മോശപ്പെട്ട പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. നിന്റെ മകനോട് നീ ചെയ്യുന്ന വഖദ് വശ വലദഹു, നീ നിന്റെ മകനെ വഞ്ചിക്കുകയാണ്. വയുരീദു റിഫ്ക ബിഹി, നീ സ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്. വയുരീദു റഹ്മ, നീ കാരുണ്യമാണ് ഉദ്ദേശിക്കുന്നത്. വഗശ, പക്ഷേ യഥാർത്ഥത്തിൽ നീ അവനെ ചതിക്കുകയാണെന്ന് മഹാനായ ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്കൊക്കെ മക്കളെ കൊണ്ടുവരാതെ അവർ കുറച്ചും കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു മകനെ നശിപ്പിക്കുന്ന ഉപ്പയുടെയും ഉമ്മയുടെയും സ്വഭാവമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, സുബഹിക്ക് എല്ലാ ദിവസവും പള്ളിയിലേക്ക് മക്കളെ കൊണ്ടുവരുന്ന ഒരു മകന് ഒരു മകൾക്ക് നേരം വൈകി ഉറങ്ങാൻ കഴിയുകയില്ല. നേരം വൈകി ഉറങ്ങുന്ന മക്കളാണ് സുഹൃത്തുക്കളെ സുബഹിക്ക് പള്ളിയിൽ വരാതെ പലപ്പോഴും ഇരിക്കുന്നത്. എന്താണ് ഈ നേരം വൈകിയാൽ അവനുള്ള പ്രവർത്തനം? അവനവൻ്റെ കൂട്ടുകാരുടെ കൂടെയാണ്. അവൻ വീട്ടിലേക്ക് ഏത് സമയത്താണ് കയറി വരുന്നത്, ഏത് സമയത്താണ് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കാൻ പോലും കഴിയാത്ത വിധം, അവരെ ഉപദേശിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതവും താളം തെറ്റിയിരിക്കുകയാണ്. അതിനെ നാം നിയന്ത്രിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 7 വയസ്സായത് മുതൽ നിങ്ങൾ നിരന്തരമായി നിസ്കരിക്കാൻ പറയണം. കുട്ടികളെ അടിക്കാൻ വേണ്ടി പറഞ്ഞ ഒരൊറ്റ സന്ദർഭം നോക്കൂ നിങ്ങൾ. 10 വയസ്സായിട്ടും അവർ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ നിങ്ങൾ അടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുള്ളതാണ്.
അപ്പം അത്രയും ഒരു മനുഷ്യൻ നന്നാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവൻ്റെ ആരാധനകളിലുണ്ട്. ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ അവനെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ശീലമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നമസ്കരിപ്പിച്ചതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് കയറി അവർ കളിച്ചതുമൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയും ഹുസൈൻ റളിയല്ലാഹു അൻഹും, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെങ്ങനെ എടുത്ത് തൻ്റെ കാലിന്മേൽ കുട്ടികളുടെ കാല് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ചവിട്ടി കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ കാലത്തുവോളം ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കയറുമായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ ചുംബിച്ചുകൊണ്ട് പറയും, അല്ലാഹുവേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മക്കളാണത്, അവരെ നീയും ഇഷ്ടപ്പെടണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. വിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വിരുന്നിന് വേണ്ടിയിട്ട് തൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് ഫാത്തിമയെ അവിടെ ഇരുത്തി ചുംബിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരം തുടർന്നിരുന്നത്. നമ്മുടെ മക്കളോട് നമുക്കൊരടുപ്പവും ബന്ധവും വേണം, അവരോട് നമുക്ക് സ്നേഹം വേണം, അവരുടെ കൂടെ സമയം ചിലവഴിക്കാൻ നമുക്ക് നേരമുണ്ടാകണം. അതൊന്നും ചെയ്യാതെ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല സുഹൃത്തുക്കളെ. അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയിട്ടുണ്ട്. ഈ മദ്യവും ലഹരിയൊക്കെ വിൽക്കുന്നത് ആരാ? കുട്ടികളെ കൊണ്ട് ഉപയോഗിച്ച് വിൽപ്പിക്കുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ആളുകളാണ്, വലിയ കച്ചവട ലോബിയാണ് ഈ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹം ഒരുക്കി കൊടുത്തിട്ട് കുട്ടികൾ നന്നാകണമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ നന്നാവാനാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂട്ടിപ്പിടിച്ചെങ്കിൽ മാത്രമേ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നാളെ പരലോകത്ത് നമുക്ക് രക്ഷക്കെത്തുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുനിയാവിലും നമുക്കേറെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് സഹായികളായി മാറുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറ്റിയെടുക്കാൻ ഈ അവധിക്കാലത്ത് അവരുടെ കൂടെ നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കണം. അവരെ കൊണ്ട് യാത്ര പോകാനും അവരെ കൊണ്ട് കുടുംബ ബന്ധങ്ങൾ, കുടുംബത്തെ സന്ദർശിക്കാനും, ഇത്രയും തിരക്കുള്ള എൻ്റെ ഉപ്പയും ഉമ്മയുമൊക്കെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് എന്നൊരു ബോധം അവനിൽ ഉണ്ടാക്കാനുമൊക്കെ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതോടൊപ്പം വെക്കേഷൻ കാലഘട്ടത്തിൽ ധാരാളം മോറൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. ആ ക്ലാസ്സുകളിലൊക്കെ നിർബന്ധമായും ആഴ്ചയിൽ ഒരു ക്ലാസ്സൊക്കെയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ 10 ദിവസം തുടർച്ചയായിട്ടുണ്ടാകും. 1 മണിക്കൂറൊക്കെ അവർക്ക് കിട്ടുന്ന ആ ക്ലാസ്സുകൾ തീർച്ചയായും ഏറെ ഗുണം ചെയ്യും. മെയ് മാസത്തിൽ നടക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി കോൺഫറൻസ് നമ്മുടെ ജില്ലയായ പെരിന്തൽമണ്ണയിലാണ് നടക്കുന്നത്. ആ സമ്മേളനത്തിലൊക്കെ പോയാൽ അവിടെയുള്ള സമപ്രായക്കാരായ കുട്ടികളുടെ സ്വഭാവങ്ങളും നമസ്കാരവും അവരുടെ പെരുമാറ്റങ്ങളൊക്കെ കാണുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ, കുട്ടികൾ, അതിന് നമ്മൾ സംഘടന മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല. ചെറിയ കുട്ടികൾ അവിടെ നമുക്കറിയാം അങ്ങനെയുള്ള സംഘടനയുടെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാറില്ല. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ഇസ്ലാമികമായ സംസ്കരണം തീർച്ചയായും നമുക്ക് ലഭിക്കും. +1-നും +2-നും ഡിഗ്രിക്കും 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അവിടെ ഒരു ദിവസം ചെലവഴിക്കുമ്പോൾ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഈമാനുള്ള മക്കളായി, 2 ലോകത്തും കൺകുളിർമ നൽകുന്ന മക്കളായി മാറ്റിയെടുക്കുവാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, അടുത്ത വ്യാഴാഴ്ച ഹജ്ജ് പഠന ക്ലാസ് മഞ്ചേരി 17-ാം തീയതി മഞ്ചേരിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഹജ്ജിന് പോകാൻ നിയ്യത്ത് വെച്ച ആളുകളുണ്ടെങ്കിൽ ആ ക്ലാസ് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.